ലിംബിക് സിസ്റ്റത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ് ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ. ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഹിപ്പോക്യാമ്പസ് മാത്രമല്ല, അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഡ്യൂസിയം, ഗ്രിസിയം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രയെ, ഗൈറസ് ഫഷ്യോലാരിസ്, ഡെൻറ്റേറ്റ് ഗൈറസ്, പിന്നെ ഹിപ്പോക്യാമ്പസ്, പിന്നെ പാർട്ട് ഓഫ് അൺഗസ്, ഇത്രയും സാധനങ്ങൾ ചേർന്നാണ് ഹിപ്പോക്യാമ്പസ് ഫോർമേഷൻ. അപ്പോൾ ഹിപ്പോക്യാമ്പസിനെ പറ്റി അല്ല ഇവിടെ നമ്മൾ പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ അതർ മേജർ കമ്പോണൻറ്റ്സ് ഓഫ് ദ ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ. അപ്പോൾ ബേസിക്കലി ഈ ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ആർക്കിപാലിയൽ കോർട്ടെക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതായത് ആർക്കിപാലിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിൻ ടിഷ്യൂ ആണ് ആർക്കിപാലിയൽ കോർട്ടെക്സ്. ഇത് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എലോങ് ദ ഇൻഫ്രാമീഡിയൽ സർഫസ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ ഫോളോയിങ് ദ ഔട്ടർ ലിപ്പ് ഓഫ് കൊറോയിഡൽ ഫിഷർ. അപ്പം കൊറോയിഡൽ ഫിഷർ സി ഷേപ്പിലായതുകൊണ്ട് ഈ പറയുന്ന എല്ലാ സ്ട്രക്ചേഴ്സും, ആക്ച്വലി ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ്റെ പാർട്ട് തന്നെയാണ്. ഇവിടെ കാണുന്ന സ്ട്രക്ചേഴ്സ്, ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് വാട്ട് എവർ ഹാസ് ബീൻ ഷോൺ ഇൻ യെല്ലോ കളർ ഇസ് ദ കമ്പോണൻറ്റ് ഓഫ് ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ ആൻഡ് ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റം മൊത്തത്തിലാണ് പറയുന്നത്. അതിൽ ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ താഴെ സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ പറയും. പിന്നെന്ത് സംഭവിക്കും? സോ ബേസിക്കലി നമ്മുടെ കോർപ്പസ് കലോസം എന്ന് പറയുന്നത് ലാർജസ്റ്റ് കമ്മീഷണർ ആയിരുന്നു. ദാറ്റ് വാസ് ലൈയിങ് ഇൻ ദ ലാമിന ടെർമിനാലിസ്. അവിടെ നിന്ന് കോർപ്പസ് കലോസം പുറകിലേക്ക് വളർന്നാണ് സ്പ്ലീനിയം ഒക്കെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ കോർപ്പസ് കലോസം പുറകിലേക്ക് വളരുമ്പോൾ ബേസിക്കലി ദാറ്റ് വിൽ ബി ഡിവൈഡിങ് ദ ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ ഇൻറ്റു എ ഡോഴ്സൽ structure that is present along the upper part of corpus callosum and a ventral structure which is otherwise known as septum pellucidum. അപ്പോൾ ബേസിക്കലി ഇത് രണ്ടും ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ കോർപ്പസ് കലോസം നടുക്ക് പോയതുകൊണ്ട് ഒരു വെൻട്രലിയുള്ള സെപ്റ്റം പെലൂസിഡമായും ഡോഴ്സലിയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രയ ആൻഡ് ഇൻഡ്യൂസിയും ഗ്രിസിയുമായിട്ടും മാറും. ഇനി അപ്പോൾ ഈ കുറേ ചേഞ്ചസ് നടക്കുന്നതുണ്ട്, കോർപ്പസ് കലോസത്തിൻ്റെ ഗ്രോത്ത് എല്ലാം നടക്കുന്നതുകൊണ്ട് ഈ അപ്പർ പാർട്ടിലുള്ള ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ അങ്ങ് വെസ്റ്റീജിലായി പോകും. പക്ഷേ ലോവർ പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹിപ്പോ ക്യാമ്പസ് ഉണ്ടാകുന്നുണ്ട്, ഡെൻറ്റേറ്റ് ഗൈറസ് ഉണ്ടാകുന്നുണ്ട്, അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നുണ്ട്. വൈ? ബിക്കോസ് ലോവർ പാർട്ട് ഈസ് ഇൻവാജിനേറ്റിംഗ് ഇൻ ടു ദ ടെമ്പറൽ ലോബ്. അപ്പോൾ ടെമ്പറൽ ലോബ് വളരുമ്പോൾ ഈ സ്ട്രക്ചേഴ്സിന് വളരാനുള്ള സ്ഥലവും കിട്ടും. പക്ഷേ അപ്പർ പാർട്ടിൽ ബേസിക്കലി കോർപ്പസ് കലോസം എല്ലാം കൂടെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളതെല്ലാം വെസ്റ്റീജിലായി പോയി. The first content that we are going to discuss in this video is the Indusium griseum, which is a part of the upper part of hippocampal formation, primitive hippocampal formation. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിസ് ഈസ് ദ olfactory tract and these are the medial and lateral olfactory striae. This is the medial olfactory striae which is ending in the paraterminal gyrus which is located over here. And if you trace this paraterminal gyrus, trace എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കോർപ്പസ് കലോസത്തിൻ്റെ ഔട്ടർ പാർട്ടിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് അതിനോട് ചേർന്ന് പോകുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസിയം ഗ്രിസിയം. ആൻഡ് ദിസ് ഇൻഡ്യൂസിയം ഗ്രിസിയം വിൽ വിത്തിൻ ഇറ്റ്, അതിനകത്ത് കാണുന്നത് രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രയാണ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ. അപ്പോൾ ബേസിക്കലി ഇത് രണ്ടും ഹിപ്പോക്യാമ്പൽ ഫോർമേഷൻ്റെ അഡൽട്ടിൽ ഇപ്പോൾ ഉള്ള വെസ്റ്റീജിയൽ കമ്പോണൻസ് ആണ്. സോ വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻഡ്യൂസിയം ഗ്രിസിയം? സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് കവേഴ്സ് ദ ഔട്ടർ സർഫസ് ഓഫ് കോർപ്പസ് കലോസം. ഇറ്റ്സ് വെരി ക്ലിയർ. കോർപ്പസ് കലോസം ഈസ് ദ സ്ട്രക്ചർ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് റീജിയൻ. അതിൻ്റെ ഔട്ടർ സർഫസിലാണ് ഇൻഡ്യൂസിയം ഗ്രിസിയം കിടക്കുക. നൗ മുമ്പിലേക്ക് ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസിയം ഗ്രിസിയം ഈസ് കണ്ടിന്യൂസ് around the genu and rostrum of corpus callosum. This is the genu, this is the rostrum. അപ്പോൾ ഇൻഡ്യൂസിയം ഗ്രിസിയം അവിടെ കൂടെ കണ്ടിന്യൂ ചെയ്ത് വന്ന് ആൻഡ് ഇറ്റ് വിൽ എൻഡ് അപ്പ് വിത്ത് ദ upper end of paraterminal gyrus. This is the paraterminal gyrus which is lying in front of lamina terminalis. ഇനി പുറകിലേക്ക് നമ്മൾ ഇൻഡ്യൂസിയം ഗ്രിസിയത്തിനെ ട്രേസ് ചെയ്ത് പോയാൽ ദിസ് ഈസ് ദ സ്പ്ലീനിയം ഓഫ് കോർപ്പസ് കലോസം. ഈ സ്പ്ലീനിയത്തിന് ചുറ്റും വന്നിട്ട് ദിസ് ഇൻഡ്യൂസിയം ഗ്രിസിയം will be continuous with gyrus fasciolaris which is located over here. This is the area of gyrus fasciolaris. ഇവിടെ ലേബലിംഗ് കാണിച്ചിട്ടുണ്ട്. So we can clearly see it is continuous with the gyrus fasciolaris. And what is the continuation of this structure over here? This crenated edge structure which is present over this region will be the dentate gyrus. That is dentate gyrus. ഇവിടെ ലേബലിംഗ് കാണിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിപ്പം അതിന് ആൻറ്ററോ പോസ്റ്റീരിയർ ട്രേസ് ചെയ്യുന്നതാണ്. രണ്ട് സൈഡിലേക്കാണ് ട്രേസ് ചെയ്യുന്നതെങ്കിൽ ബേസിക്കലി ദ ഇൻഡ്യൂസിയം ഗ്രിസിയം ഇസ് കണ്ടിന്യൂസ് ത്രൂ ദ കലോസൽ സൾക്കസ് വിത്ത് ദ നിയോ കോർട്ടക്സ് ഓഫ് ദ സിംഗുലേറ്റ് ഗൈറസ്. അപ്പോൾ ഈ കാണുന്നതാണ് സിംഗുലേറ്റ് ഗൈറസ്. നമുക്കറിയാം ഈ സിംഗുലേറ്റ് ഗൈറസിലേക്ക് ആണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോവുക. The next structure we are going to discuss in this video is the dentate gyrus. So we have seen the dentate gyrus over here very clearly. So എന്താണ് dentate gyrus? It is a crenated narrow strip of grey matter and it extends longitudinally downward and forward as a continuation of the gyrus fasciolaris. അപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചർ നമ്മൾ നേരത്തെ ഇൻഡ്യൂസിയം ഗ്രിസിയത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെ കണ്ട സ്ട്രക്ചറാണ് ഗൈറസ് ഫാഷ്യോലാരിസ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ആര് വരിക? dentate gyrus വരിക. And this dentate gyrus is located along this upper part of this particular gyrus which is present, which is visible from the inferior surface of the brain or base of brain. And this gyrus is the parahippocampal gyrus. And parahippocampal gyrus ൻ്റെ upper പാർട്ടിലായിരിക്കും ആരെ കാണുക? We can see the dentate gyrus. dentate gyrus. ഇനി ഡെൻറ്റേറ്റ് ഗൈറസ് മുൻപിലേക്ക് വന്നു. നമുക്കറിയാം ഈ പാരാഹിപ്പോകാമ്പൽ ഗൈറസിനെ മുൻപിലേക്ക് ട്രേസ് ചെയ്ത് വരുമ്പോൾ അൺഗസ് എന്ന റീജിയൻ വരും. സോ ദിസ് ഈസ് ദ റീജിയൻ ഓഫ് അൺഗസ്. ഓൺ റീച്ചിങ് ദ റീജിയൻ ഓഫ് അൺഗസ് ആൻഡ് ദർ ആർ സം പെക്യുലർ തിങ്സ് ദാറ്റ് യു ഹാവ് ടു നോട്ടീസ്. അത് വേറൊരു ഡയഗ്രത്തിൽ നോക്കാം. ദിസ് ഈസ് ദാറ്റ് പർട്ടിക്കുലർ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിൽ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. ദിസ് ഈസ് ദ പാരാ ടെർമിനൽ ഏരിയ. ദ ഏരിയ നമ്പർ ഷോൺ ഓവർ ഹിയർ ഈസ് ദ ഇൻഡ്യൂസിയം ഗ്രിസിയം. ഇറ്റ് ഈസ് ഷോൺ ഓവർ ഹിയർ. ഇൻഡ്യൂസിയം ഗ്രിസിയത്തിന് നമ്മൾ പുറകിലേക്ക് ട്രേസ് ചെയ്ത് വരുമ്പോൾ കാണുന്നതാണെന്ത്? വി ക്യാൻ സീ ദ ഗൈറസ് ഫാഷ്യോലാരിസ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഈ റീജിയനാണെന്ത്? ഈ ക്രിനേറ്റഡ് ആയിട്ട് കാണുന്ന റീജിയനാണ് ദാറ്റ് ഈസ് ദ ഡെൻറ്റേറ്റ് ഗൈറസ്. അപ്പോൾ ഈ ഡെൻറ്റേറ്റ് ഗൈറസ് താഴേക്ക് വന്നിട്ട് നൗ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ടേൺസ്. ഡെൻറ്റേറ്റ് ഗൈറസ് കംസ് ഓവർ ദ antermost part and it turns backward and medially and form this particular ridge over here or a structure over there. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം, ഇത് മീഡിയൽ സർഫസ് ആണ്. ഇത് ഡെൻറ്റേറ്റ് ഗൈറസ് മീഡിയൽ സർഫസിൻ്റെ ഡെപ്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുവാണ്. സോ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് മീഡിയലി ആൻഡ് ബാക്ക്വേർഡ്. ഈ കാണുന്ന ഈ 11 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഈ റീജിയനാണെന്ത്? ദാറ്റ് ഈസ് ദ ടെയിൽ ഓഫ് ഡെൻറ്റേറ്റ് ഗൈറസ്, അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന ഒരു എപ്പോണിമാണ് ബാൻഡ് ഓഫ് ജിയാകോമിനി. And this tail of dentate gyrus, it divides the ungus. This is the region of the ungus, total region of ungus. Because of this tail of dentate gyrus, this ungus is getting divided into an anterior part over here that is labeled as 12. അതിനെ വിളിക്കുന്ന പേരാണ് uncinate gyrus. And because of that, there is a posterior part of the ungus, and that posterior part of the ungus is known as intralimbic gyrus. intralimbic gyrus. ഇപ്പോൾ മുൻപിലുള്ളത് അൺസിനേറ്റ് ഗൈറസും പുറകിലുള്ളത് ഇൻട്രാലിംബിക് ഗൈറസും. രണ്ടും അൺസിനേറ്റ് അല്ലെങ്കിൽ അൺഗസിൻ്റെ പാർട്ടാണ്. ബിക്കോസ് ദേ ആർ ഡിവൈഡഡ് ബിക്കോസ് ഓഫ് ദ ടെയിൽ ഓഫ് ലിംബിക് ഡെൻറ്റേറ്റ് ഗൈറസ് അല്ലെങ്കിൽ ബാൻഡ് ഓഫ് ജിയാകോമിനി. ഇനി നമ്മൾ ബിലോ ആൻഡ് ലാറ്ററലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൻറ്റേറ്റ് ഗൈറസ് ഈസ് റിലേറ്റഡ് ടു ദ പാരാഹിപ്പോകാമ്പൽ ഗൈറസ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. And it is separated from the parahippocampal gyrus by a sulcus over here. That sulcus is known as hippocampal sulcus. Between the parahippocampal gyrus and the dentate gyrus there is a sulcus, that is the hippocampal sulcus. And above and medially the dentate gyrus, it is overlapped by fimbria of the fornix, and this fimbria will be separated from the dentate gyrus by fimbrio-dentate sulcus. നമ്മൾ ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ this region will be the fimbria of the fornix. ഇതിനകത്ത് ഈ വ്യൂവിൽ നമുക്ക് എക്സാക്റ്റ് മനസ്സിലാവില്ല. Once you study the hippocampus, proper hippocampus, you will understand what is fimbria and how it is separated, or how the fimbria will be how the fimbria is separated from the fornix by fimbrio-dentate sulcus.